വെൽക്കം ബാക്ക് ടു അവതാരപുരികൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നത് മണിയുടെ മീഡിയ സിറ്റിയിലെ ടോൾക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന പരിപാടിയാണ്. രാത്രി 9 മണിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കും. അതിനു മുമ്പ് ഈ പരിപാടിയിൽ പ്രേക്ഷകർക്ക് നേരിട്ട് പങ്കെടുക്കാം. അതേപോലെ ഇതുവരെ നിങ്ങൾ കാണാത്ത ചില സെഗ്മെൻറ്റുകളും ചില സർപ്രൈസുകളും ഒക്കെ ഈ പരിപാടിയിലുണ്ട്. അതിലൊന്നാണ് ആദ്യത്തെ സർപ്രൈസ്, ബാൽക്കണി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം, ഈ ബാൽക്കണിയിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന ആളോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നതോ ഇവരാരും അറിഞ്ഞിട്ടില്ല. അതെനിക്കും എൻ്റെ പ്രൊഡ്യൂസർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ്. ഇവർക്കൊക്കെ ചങ്കിടിപ്പ് കൂടുകയാണ്. അങ്ങോട്ട് കൂടട്ടങ്ങനെ കൂടട്ടെ, കൂടട്ടങ്ങനെ കൂടട്ടെ. ഇത് ബാൽക്കണിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവർ ടെൻഷൻ അടിച്ചതിൽ നിൽക്കുന്നത് ഞാൻ വളരെ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഇപ്പോൾ പ്രേക്ഷകർ ടെൻഷൻ അടിക്കുന്നില്ല, ഇപ്പോൾ ഇവർക്ക് ടെൻഷനാണ്. അപ്പോൾ ബാൽക്കണിയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അമ്മ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് നോക്കുള്ളൂ, ആരുടെ അമ്മയാണ്? ഇത് രമണി കെ മേനോനാണ്. ഈ അമ്മ KR ഗോപികൃഷ്ണൻ എന്ന ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുടെ അമ്മയാണ്. ഗോപികൃഷ്ണൻ അറിഞ്ഞിട്ടില്ല അമ്മ ഇങ്ങനെ അതിഥിയായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അമ്മയെ മോനെ ഇന്ന് ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ, അമ്മയെ കാണുന്നുണ്ട്. അപ്പം അമ്മ ഞങ്ങളെല്ലാവരെയും ഒന്നിച്ച് അമ്മ കാണുകയാണ്. അമ്മയ്ക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? ശരിക്കും ഞാൻ എല്ലാ പരിപാടിയും കാണാറുണ്ട്. ഇതും ഗോപി ഇന്നലെ പറഞ്ഞിരുന്നു, അമ്മ ഇന്നുണ്ട് 6 തൊട്ട് 9 വരെയാണ്. അപ്പം അത് കാണാൻ വേണ്ടി തയ്യാറാക്കുക എടുത്തതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ അവർ വന്ന് പറഞ്ഞത്. ഗോപിയുടെ സംശയം അമ്മയ്ക്കൊരു ടെൻഷൻ ഉണ്ടോ എന്നുള്ളതാ. അമ്മയ്ക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? അമ്മയ്ക്ക് എന്തിനാ ടെൻഷൻ? ടെൻഷൻ ഉണ്ട്, ചെറിയ ടെൻഷൻ ഉണ്ട്, കുഴപ്പമില്ല. അമ്മേ, ഗോപിയുടെ സഹോദരൻ കൃഷ്ണേന്ദ്രൻ അവിടെ കാണുന്നുണ്ടോ? കൃഷ്ണേന്ദ്രൻ അവിടെ എവിടെ ഉണ്ടായിരുന്നല്ലേ? ഇവിടെ ഉണ്ട്. ഗോപിക്ക് അമ്മയെ കണ്ട കൃഷ്ണേന്ദ്രനെ കൂടെ വിളിക്കണം അമ്മേ. നമുക്കൊന്ന് പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാം. ഗോപികൃഷ്ണന്റെ സഹോദരനാണ് ഈ കൃഷ്ണേന്ദ്രൻ എന്ന് പറയുന്ന ആള്. ഇവിടെ കുഴപ്പക്കാരൻ ഗോപികൃഷ്ണൻ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പ്രശ്നക്കാരല്ല. പറയില്ലല്ലേ? അപ്പൊ ഗോപിക്ക് ഇപ്പം ഗോപി സത്യസന്ധമായിട്ട് വേണം. അമ്മയെ സ്ക്രീനിൽ ഇപ്പൊ അപ്രതീക്ഷിതമായി കണ്ടു. ഗോപിക്ക് എന്താ തോന്നിയത്? എനിക്ക് അമ്മയെ കുറിച്ച് എപ്പോ ആലോചിക്കുമ്പോഴേ മനസ്സിൽ ഒരു സ്നേഹവും വിഷമവും എല്ലാം ആണ്. എന്നെ സംബന്ധിച്ച് എല്ലാം എൻ്റെ അമ്മയാണ്. അല്ല, ഞാൻ ചോദിച്ചതല്ല. അപ്പൊ പിന്നെ അമ്മയെ കാണുമ്പോ അമ്മ ഇപ്പൊ സ്ക്രീനിൽ കണ്ടു, ഓർക്കപ്പുറത്താണ് അമ്മയെ കണ്ടത്. ഒരിക്കലും അമ്മ ഇങ്ങനെ സ്ക്രീനിൽ വരുമെന്ന്, കാരണം ഇവിടെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളും വാർത്താ പരിപാടികളൊക്കെ നിയന്ത്രിക്കുന്നതിന്റെ മേധാവിയാണ് ഗോപികൃഷ്ണൻ. അപ്പൊ ഗോപികൃഷ്ണൻ അറിയാതെയാണ് അമ്മ വന്നിരിക്കുന്നത്. അതാണ് ഗോപികൃഷ്ണൻ. ഞാൻ അറിയാതെയോ എന്ന് ഞാൻ ഒരു പക്ഷേ ഒട്ടും പ്രതീക്ഷ മാത്രമല്ല. ഒരു ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയോടാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ സഹപ്രവർത്തകർ ചോദിക്കും, ഇത് ആരോടാണ് ഈ രഹസ്യമായിട്ട് ഫോൺ ചെയ്യുന്നത്? വിജയകുമാർ അടക്കം ചോദിച്ചു. ചോദിക്കണം, അങ്ങോട്ടാണോ? അമ്മേ, എല്ലാ ദിവസവും ഗോപികൃഷ്ണൻ ഫോൺ ചെയ്യുന്നുണ്ടോ? അമ്മേ, അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഫോണിൽ അമ്മ നമ്പർ സേവ് ചെയ്തേക്കുന്നേ. അതെ അതെ, എല്ലാ ദിവസവും വിളിക്കാറുണ്ട് എപ്പോഴും. ഒരു 10 മിനിറ്റൊക്കെ അല്ലേ അമ്മ വിളിക്കാറുള്ളൂ. അപ്പൊ സാധാരണ വിളിക്കുമ്പോ ഈ ഡ്യൂറേഷൻ കുറവാണോ കൂടുതലാണോ അമ്മ വിളിക്കുമ്പോ? അവൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ തിരിച്ച് അല്ലെങ്കിൽ അമ്മ വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. പക്ഷേ അമ്മ ഇങ്ങനെ പെട്ടെന്ന് കണ്ടതാണെന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് കാണുന്നില്ലല്ലേ? അല്ല, ഗോപിക്ക് അറിയത്തില്ലായിരുന്നു. ഇത്രേ ഉള്ളോ? ഇപ്പൊ ഒരു തിളയ്ക്കുന്ന കടലാ. അമ്മയോട് എന്തെങ്കിലും ചോദിക്കുവോ? അല്ലല്ല, അമ്മയെ കാണുമ്പോ എക്സൈറ്റ്മെന്റ് അല്ലല്ലോ. അമ്മയെ കാണുമ്പോ എക്സൈറ്റ്മെന്റ് ആണ്. അങ്ങനെയല്ല, നമ്മള് പറയാതെ പെട്ടെന്ന് ഈ വേദിയിൽ അമ്മയോട് എന്ത് ചോദിക്കും ഇപ്പൊ? അമ്മയോടെ ഗോപിച്ചേട്ടൻ എന്ന് ചോദിക്കും ഇപ്പൊ? ഞാൻ എന്നെ സംബന്ധിച്ച് എന്റെ അമ്മയാണ് എന്റെ ദൈവം. അമ്മയാണ് ദൈവം എന്നാണ്. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ എന്ന് വേണേ ഈ നമ്മുടെ പ്രജിൻസി കണ്ണം പാടുകയും ചെയ്തതിന്.
അപ്പോൾ അമ്മയ്ക്ക് മകനോടുള്ള ഒരു ബന്ധം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരു അഭിപ്രായം എങ്ങനെയാണ്? ഈ ഗോപികൃഷ്ണൻ കൃത്യമായിട്ട് ജോലിയൊക്കെ എടുക്കുന്നത് തന്നെയാണോ അമ്മയുടെ അഭിപ്രായം? ഗോപികൃഷ്ണൻ പിന്നെ തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും അഭിപ്രായം ഇല്ലെന്ന് തോന്നുന്നല്ലോ. അമ്മ വളരെ സന്തോഷം അമ്മ ഞങ്ങളോടൊപ്പം ചേർന്നതിൽ. ഗോപികൃഷ്ണൻ ഒന്ന് നടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ നടുങ്ങിയെന്ന് സംശയമുണ്ട്. ഓക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അമ്മ. അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രജിൻ, അമ്മയെ നമ്മൾ പറഞ്ഞു വിടുന്നതിന് മുമ്പ് ആ ലൈനില്ലേ, അമ്മയല്ലാതൊരു ദൈവമുണ്ട്. അറിയോ? അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിനും വലിയൊരു കോവിലുണ്ടോ? എന്ത് പാട്ടുകാരുടെ. ഓക്കെ, അത് മതി. അമ്മയ്ക്കൊരു ഇത്. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத உயர்வில்லையே. அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வழங்காத ഉയർവില്ലയേ. ഓക്കെ അമ്മ, വളരെ സന്തോഷം അമ്മ. അമ്മ ഇനി നമ്മളെ ഒരു ദിവസം നേരിട്ട് കാണും. പക്ഷേ കൃഷ്ണേന്ദ്രനെ കണ്ടില്ല. കൃഷ്ണേന്ദ്രൻ അവിടെ കടയിലെ കണ്ട് പോയിരിക്കാം. ഓക്കെ, താങ്ക് യു അമ്മ, താങ്ക് യു. അപ്പോൾ രമണി കെ മേനോൻ KR ഗോപികൃഷ്ണൻ്റെ അമ്മയാണ്. ഈ അമ്മയോടാണ് ഗോപികൃഷ്ണൻ ഒരുപാട് സംസാരിക്കുന്നത്. അതിൽ അസൂയ പൂണ്ട ഇവർ എപ്പോഴും മറ്റേതോ പെൺകുട്ടികളോട് സംസാരിക്കുകയാണെന്ന് സംശയം വെച്ച് വേറെ കണക്ഷൻ എടുക്കാമോ, ആ ഫോണിൽ സമാന്തര കണക്ഷൻ എടുക്കാമെന്ന് വരെ ആലോചിച്ച കുടിച്ചിത ബുദ്ധികളാണ് എനിക്ക് ഇരുവശം നിൽക്കുന്നത്. ഞാൻ ആ കുരുപ്പി ചേർന്നിട്ടില്ല, പക്ഷെ ഞാനും ചേരുവോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ചില റിപ്പോർട്ടേഴ്സ് ലൈവിൽ വരികയാണ്. അപ്പോൾ റിപ്പോർട്ടേഴ്സ് ലൈവ്. അപ്പോൾ വേണു ബാലകൃഷ്ണൻ, നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് ആഗതമായി. അപ്പോൾ വേണു, ഒരു പക്ഷേ നമുക്കൊക്കെ ജോലി കൂടുന്ന സമയമാണ്. കക്ഷി രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല, നമുക്ക് ഒരുപാട് പണി കൂടും. അവരും മനസ്സിൽ കാണും, നമ്മൾ മാനത്ത് കാണണം, നമ്മൾ അവർക്ക് ഒരു ചൂടെ മുന്നേ നടക്കണം. അങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. വേണുവിന് ഈ തെരഞ്ഞെടുപ്പ് കാലം, ഒരുപാട് തെരഞ്ഞെടുപ്പ് കാലം കൊണ്ട ഒരു അവതാരകനാണല്ലോ. അപ്പോൾ ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഏത് സമയവും തീയതി പ്രഖ്യാപിക്കും. ആ ഒരു സമയത്ത് വേണു എന്നുള്ള അവതാരകൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്ന കടൽ എങ്ങനെയാണ്? ന്യൂസ് ചാനലുകളെ സംബന്ധിച്ച് ആളുകൾക്ക് ഏറ്റവും താല്പര്യമുണ്ടാകുന്നൊരു കാലമാണ്. അതിൽ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്കൊരു ദിശ നൽകുന്ന ഇടപെടൽ ന്യൂസ് ചാനലുകൾക്ക് അങ്ങോട്ട് നടത്താൻ കഴിയുന്നൊരു ഘട്ടവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള സമയമെന്ന് പറയുന്നത് ജനങ്ങളും ഈ പറയുന്ന ചാനലുകളുമെല്ലാം ഒരേപോലെ തന്നെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷം. ഓക്കെ, എന്തായാലും നല്ല സമയം വരാൻ പോകുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് എല്ലാവരും തുടക്കമിട്ട് കഴിഞ്ഞു. കൊല്ലത്ത് RSP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രേമചന്ദ്രനാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. കൗണ്ടറായിട്ട് വരുന്നത് മുകേഷാണോ എന്നിനി സംശയം മാത്രമേ ബാക്കിയുള്ളൂ. അതുപോലെ ലീഗിൻ്റെ ആവശ്യം, ഒരു 3ാം സീറ്റ് വേണമെന്നുള്ള ആവശ്യം. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് അത് അന്തിമമായി കോൺഗ്രസിന് അങ്ങനെ ഒരു വിജയകുമാർ അങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഷഫീദ് റാവുത്തറുണ്ട് നമുക്കൊപ്പം. ഷഫീദ്, ഗുഡ് ഈവനിങ്. പറയൂ ഷഫീദ്. വെരി ഗുഡ് ഈവനിങ് എസ്കേൻ, വെരി ഗുഡ് ഈവനിങ്. ഞാൻ ചോദിച്ചില്ല സ്ഥാനാർത്ഥി കാര്യങ്ങൾ, മുന്നണികളുടെ രാഷ്ട്രീയം, പൊതു ഇലക്ഷനിലേക്ക് വരുന്ന നീക്കങ്ങൾ, സ്ഥാനാർത്ഥികളുടെ പറയൂ. എസ്കേൻ, മുന്നണികളെ സംബന്ധിച്ചും അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചും വളരെ തിരക്കുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് വളരെ ചടുലമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അതിൽ നമുക്കറിയാം LDFനെ സംബന്ധിച്ച് LDF അവരുടെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. LDFനെ സംബന്ധിച്ച് 15 സീറ്റിൽ CPIM, 4 സീറ്റിൽ CPI, 1 സീറ്റിൽ കേരള കോൺഗ്രസ് ആ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് CPIMനെ സംബന്ധിച്ച് CPIM ചില നിർണായക നീക്കങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ആലത്തൂരിൽ മന്ത്രി K. രാധാകൃഷ്ണൻ മത്സരിക്കുന്നു. മാത്രമല്ല അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മത്സരിക്കുന്നുണ്ട്, MLA മാർ മത്സരിക്കുന്നുണ്ട്, ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ പുതുമുഖങ്ങളെയും അതേപോലെ തന്നെ പരിചയസമ്പന്നരായ നേതാക്കളെയും ഒരേപോലെ മത്സരത്തിനിറക്കി. വടകരയിൽ KK ശൈലജ ടീച്ചറിന്റെ പേര് ഉയർന്നു വരുന്നു, കണ്ണൂരിൽ MV ജയരാജൻ വരുന്നു, കൊല്ലത്ത് M. മുകേഷ് MLA പേര്, ആറ്റിങ്ങലിൽ V. ജോയ്, അങ്ങനെ വളരെ സീനിയർ ക്ലാസ് ആയിട്ടുള്ള നേതാക്കളെ മത്സരരംഗത്ത് ഇറക്കുന്നു. അതേസമയം മലപ്പുറത്തടക്കം VP സാനു അതേപോലെ തന്നെ V. വസീഫ് അടക്കമുള്ള ആളുകൾ പൊന്നാനിയിലേക്ക് വരും എന്നുള്ള ധാരണകളൊക്കെ വരുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം, അതാണ് CPM ലക്ഷ്യം വെക്കുന്നത്. പരമാവധി സീറ്റ് പിടിക്കുക എന്നുള്ളത് CPMനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം CPMനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടത്
പാർട്ടികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്നത് കേരളമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ SKN, കോൺഗ്രസിന് ഒരു വലിയ പ്രതിസന്ധി കാലമാണ്. കാരണം മുസ്ലിം ലീഗ് ഒരു 3ാം സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ചർച്ച എങ്ങുമെങ്ങും എത്തിയിട്ടില്ല. മാത്രമല്ല ഒരു 3ാമത്തെ സീറ്റ് അവർക്ക് കൊടുക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ പഴയ ഫോർമുലയിൽ കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലപാട്. പക്ഷേ ലീഗിനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതിനോടകം തന്നെ ഒരു തീരുമാനവുമായിട്ടില്ല. അതിനിടയിലാണ് അവരുടെ മറ്റ് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് RSP ആണെങ്കിലും കേരള കോൺഗ്രസ് ഫ്രാൻസിസ് ജോർജ് വിഭാഗമാണെങ്കിലും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് സജീവ രാഷ്ട്രീയ പ്രചരണങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി പട്ടിക ഉടനുണ്ടാകും. അവരുടെ മുൻ നേതാക്കൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അവരുടെ MP ആയിട്ടുണ്ടായിരുന്ന ശശി തരൂർ, അതേപോലെ തന്നെ കൊല്ലത്തൊരു അപ്രതീക്ഷിത നീക്കമടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകില്ല. കാരണം NK പ്രേമേന്ദ്രനുള്ള പേരിലേക്ക് തന്നെ ഇതിനോടകം തന്നെ ഉറപ്പിച്ചിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലും അതേ രീതിയിൽ തന്നെയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി അതൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. അത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന അക്കാര്യത്തിലെ ഒരു നിർണായക നീക്കം. BJPയെ സംബന്ധിച്ച് അവർ സ്റ്റാർ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ള പേര് ഇപ്പോൾ സജീവമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഉറപ്പിച്ചിട്ടുണ്ട്. കൊല്ലത്തായിരിക്കും കുമ്മനം എന്നുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. പത്തനംതിട്ടയിൽ PC ജോർജ് തന്നെയായിരിക്കും. പത്തനംതിട്ടയിൽ PC ജോർജ് സ്വാഭാവികമായും ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിൽ നിന്ന് കുമ്മനം കൊല്ലത്തേക്ക് വരുന്നത്. അങ്ങനെ സജീവമാണ് മുന്നണികൾ. CPM 27-ാം തീയതി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. CPIയെ സംബന്ധിച്ചും സ്വാഭാവികമായും വയനാട്ടിൽ ആനി രാജ എത്തുമോ, തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനാകുമോ എന്നുള്ളതാണ് ആകാംക്ഷ. മറ്റ് 2 സീറ്റുകളിലും തീരുമാനമായിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല. അങ്ങനെ സജീവമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഗോദ. SKN. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. ഹാഷ്മി, ഈ അടുത്തിടെ ഹാഷ്മി ദുബായിലോ അബുദാബിയിലോ ഒക്കെ പോയി, ഗൾഫ് നാടുകളിലൊക്കെ പോയി. അതെന്താ വിജയകുമാർ എടുത്തു പറയാൻ കാര്യം? കുറെ ദിവസം പോയി, അതിന്റെ പേരിൽ ഇനി ലീവ് ഒന്നും കിട്ടത്തില്ല. 24 മണിക്കൂർ ഉണ്ടാവണം. ഇനി ഗൾഫ് നാട്ടിൽ നിന്ന് ആൾക്കാരെ വിളിക്കല്ലേ എന്ന് പറയാൻ വേണ്ടി ഞാൻ ഗൾഫ് നാടൊക്കെ സന്ദർശിച്ചു എന്ന് പറഞ്ഞത്. ഹാഷ്മി, പൊതുവെ ആളുകളുടെ ഒരു പ്രതികരണമൊക്കെ എങ്ങനെ കാണുമ്പോൾ പിടിച്ചെടുത്ത് ചോദിക്കുമോ? പ്രത്യേകിച്ച് ഹാഷ്മിയുടെ ഈ അവതരണം, പ്രത്യേകിച്ച് തുടക്കം എന്ന് പറയുന്നത് പ്രേക്ഷകരെ ഇത്തിരി കിറി മുറിക്കും എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് പിടിച്ചിർത്തി ഹാഷ്മി എന്ന് പറഞ്ഞ ആൾക്കാർ അങ്ങനെയുണ്ട്. അല്ല, സ്നേഹമാണ്, ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്, കെട്ടിപ്പിടിക്കലാണ്, ഉമ്മോക്കലൊക്കെ ഉണ്ട്. ഉമ്മോക്കൽ മാത്രമേ എന്നോട് ഒരാൾ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യമാണ്, രാഷ്ട്രീയമായ ദേഷ്യം, പക്ഷേ എനിക്ക് ഇഷ്ടമാട്ടോ ഒന്ന് കെട്ടിപ്പിടിച്ച് കലാപരിപാടിയെ പ്രോത്സാഹിപ്പിക്കരുത്. ഉമ്മ വെക്കുന്നത് അതെ, അതെന്ന് വെച്ചാൽ അത് മാത്രമല്ല, അത് ചിലപ്പോൾ നാളെ ഹാഷ്മി ചിലപ്പോൾ വെട്ടിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹാഷ്മിയെ നമുക്ക് കോടതി പോയി മോചിപ്പിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. വിജയകുമാറിനെ എങ്ങനെയാ? വിജയകുമാർ ഒരു ജനകീയനാണല്ലോ. ആണോ എന്നാ പറയുന്നത്? പ്രേക്ഷകർ അങ്ങനെ പറയുന്നത്. അപ്പൊ അല്ല, അങ്ങനെ ഒരു ലുക്കില്ലേ ആളുകൾക്ക് കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. ഇപ്പൊ പലരും എന്നോട് ഞാൻ ചോദിക്കട്ടെ, കെട്ടിപ്പിടിക്കാറുണ്ട്? അല്ലല്ല, ഉമ്മ വയ്ക്കാറില്ല. എന്തുവാ ഉമ്മ വേണ്ട? അല്ലല്ല, എന്നോട് ആരും ഉമ്മ ഉമ്മ വന്നോട്ടെന്ന് ആരും ചോദിച്ചിട്ടില്ല. അല്ല, ആളുകൾ വരാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അത് പിന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ്. എനിക്ക് അതാ വിജയനൊന്ന് ഞെട്ടിയുന്നത് കേട്ടോ. ഹാഷ്മി അത് പറഞ്ഞപ്പോഴേ ഏറ്റം വന്നാൽ ഇത്ര വരാമോ എന്ന് വിജയൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു എനിക്ക് തോന്നി. അല്ല, ഈ ഉമ്മ ഒരു പ്രശ്നം SKN പറഞ്ഞില്ല. ഞാൻ അത് ഇങ്ങനെ അതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകായിരുന്നു. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ല, ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. മാത്രമല്ല, ഞാൻ സംസ്ഥാന സമ്മേളനത്തിലെ നമ്മുടെ ചെയർമാനായ ഫ്ലവേഴ്സിന്റെ ചെയർമാനായ ഗോകുലും ഗോപാലേട്ടനെ ഹാഷ്മി ഉമ്മ വയ്ക്കാൻ ഞാൻ പറഞ്ഞു. ഹാഷ്മി ഉമ്മ വെച്ചോണ്ടേ സത്വരം ഗോപാലേട്ടൻ നിങ്ങൾ കൂടി ഇരിക്കട്ടെ, എനിക്കൊരു ഉമ്മ. അതങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല. ഗോപാലേട്ട, താങ്ക് യു ഗോപാലേട്ട. അല്ലേ, സ്നേഹമാണ് അഖില സാരം കൂടി. ഉടനെ കവിത വരും ഹരിദാസിന്റെ. ഈ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഒരു സ്വകാര്യ ബില്ല് വരുന്നുണ്ട്. ഏതാത്? അത് പിന്നെ പറയാം. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ല, കവിത ചിലപ്പോൾ ഒഴിവാക്കാം. മാത്രമല്ല, പ്രക്ഷേപണത്തിൽ കവിത ചൊല്ലുന്നത് ഒഴിവാക്കണം. അല്ല, ഞാൻ ഇനിയിപ്പോ ആരും കൊണ്ടുവന്നില്ല, നമ്മൾ ആരുടെങ്കിലും കാല് പിടിച്ചിട്ടാണെങ്കിലും അതിനോട് ക്രമീകരണം ഏർപ്പെടും. നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ എല്ലാ ദിവസവും ഇൻസ്റ്റന്റ് കവിതകൾ ഇങ്ങനെ ചേച്ചി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും കവിത പാടും. ആ കവിത മാത്രമല്ല ജീവിതാനുഭവം. പ്രജിൻ, ഇപ്പോ ഈ കവിതയെ കുരിയും കിടക്കുന്ന മനസ്സാണ്, പക്ഷെ എല്ലാ ആശാനുള്ളൂർ വള്ളത്തോൾ ഈ കാലത്ത് അല്ലല്ലേ? മാറ്റി പിടിച്ചോ രണ്ട് ലൈൻ മാറ്റി പിടിച്ചേതാ? മാറ്റി പിടിച്ചു കണ്ടാൽ വിഷയല്ലേ ഈയിടയ്ക്ക് എന്നോട് പഠിക്കും. അല്ല, കുമാരനാശാനൊക്കെ എനിക്ക് ഇഷ്ടം, ചങ്ങമ്പുഴ ഇഷ്ടമാണ്, അങ്ങനെ. പക്ഷെ പുതിയ കവികളെ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പെട്ടെന്ന് വെക്കുമ്പോ ഓക്കെ, റെഡി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പ്രേക്ഷകൻ ചോദ്യം ചോദിക്കാൻ വരുന്നുണ്ട്.
കാര്യം നിങ്ങളൊക്കെ ഈ ടെലിവിഷനിലൂടെ ഇരുന്ന് ശീതീകരിച്ച മുറിയിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ലോകത്തോട് പ്രക്ഷേപിക്കുമ്പോൾ നാട്ടുകാരതൊക്കെ അറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഹാഷ്മി, താജ് ഇബ്രാഹിം, വേണു ബാലകൃഷ്ണൻ. ഇപ്പോൾ ഞാനെന്ത് ചെയ്തിട്ടാ അല്ലേ വേണു? വേണു അങ്ങനെയാണ് വളരെ വളരെ നിരപരാധിത്വത്തോട് ചോദിക്കുന്നത്. അപ്പോൾ വിചാരണ അപ്പോൾ ചോദിക്കട്ടെ പ്രേക്ഷകർ ചോദിക്കട്ടെ. നല്ല കടുത്ത ചോദ്യം ചോദിച്ചു കേട്ടോ, ഒന്നിനെയും വിടരുത്. ഹായ്, ഞാൻ ഫസീൻ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇൻഫോബാക്കിലെ TCS വർക്ക് ചെയ്യുന്നു, ടെക്കിയാണ്. ഹാഷ്മിയൊക്കെ ചാനലിൽ വന്നിട്ട് ഇങ്ങനെ ലൈവ് സെഷനിലൊക്കെ അവതരണം നടത്തുമ്പോൾ നിങ്ങളൊക്കെ ഒരു സൗന്ദര്യത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുണ്ടോ? എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്. നിങ്ങളിങ്ങനെ അവതരണത്തിൽ പിന്നെ എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഇരിക്കുന്നത്, ഞാനെപ്പോഴും നോട്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ ബാക്ക് എൻഡിൽ എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാറുണ്ട്? കാരണം ഇതിനൊക്കെ സമയം കണ്ടെത്തണമല്ലോ. എൻ്റെ പേര് രാജു. ഞാൻ പാലക്കാട് ഒരു കാറ്ററിംഗ് സർവീസാണ് നടത്തുന്നത്. എൻ്റെ ചോദ്യം ആഷ്മിയോടാണ്. നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ നടക്കുമ്പോഴേ പലരും സംസാരത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ടു പോവുക, പിന്നീട് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന രീതിയൊക്കെ കാണുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഒരു സീക്രട്ട് എന്താണ്? പിന്നീട് അവരായിട്ട് നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ സത്യാവസ്ഥ? രാജേട്ടാ, ഇപ്പം ആ ചർച്ചയ്ക്ക് ആ സമയത്തുള്ള ദേഷ്യം ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കും ദേഷ്യം ഉണ്ടാവും, അവർക്കും ദേഷ്യം ഉണ്ടാവും. അവിടെ ആ തർക്കം തീരും. അവിടെ ആ തർക്കം തീർന്നു കഴിഞ്ഞിട്ട് ആ കാലുഷ്യം ഒന്നും മനസ്സിൽ സൂക്ഷിക്കില്ല. അതിന്റെ കാര്യമില്ല. രാജേട്ടന്റെ സംശയം അറിയോ? രാജേട്ടൻ പാലക്കാട് ഒരു പൗരപ്രമുഖനാണ്. ഒരിക്കൽ നമ്മൾ അദ്ദേഹത്തിന്റെ കടയിൽ പോയിട്ട്, അദ്ദേഹം ഒരു കാറ്ററിംഗ് ഏജൻസി ഉണ്ടെന്ന് അതിന്റെ ഓർമ്മ, അവിടെ പോയിട്ട് നല്ല സൂപ്പർ ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇഡ്ഡലിയുടെ നന്ദി ഞാൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആഷ്മിയോട് ചോദിക്കുക, അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ട്. രാജേട്ടൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ അവിടെ വെച്ച് എടാ പോടാ ആഷ്മി വിളിക്കുന്നല്ല, ചിലരൊക്കെ വിളികളൊക്കെ വരുമല്ലോ, ജനാധിപത്യ വിരുദ്ധമൊക്കെ വരും. വന്നു കഴിഞ്ഞിട്ട് ഇവർ ഫോൺ ചെയ്യുമോ ചീത്ത വിളിക്കുകയോ നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്യൂ എന്നുള്ളതാണ്. ഇല്ല, അങ്ങനൊന്നുമില്ല. അതൊരു വിദ്വേഷം. ഇപ്പം ഞാൻ പറഞ്ഞ ആ സമയത്ത് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഒരു പരിധി വിട്ടുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ തന്നെ വിളിച്ച് പറയും, ചേട്ടാ അതങ്ങനെ ഒട്ടുമിക്ക രാഷ്ട്രീയക്കാർക്കെല്ലാം അത് മനസ്സിലാവുകയും ചെയ്യും. കാര്യം ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് അവർ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ആ തർക്കങ്ങൾ തുടരാറില്ല. എന്നാൽ ഇല്ലാന്നല്ല, അപൂർവം ചില സന്ദർഭങ്ങൾ അങ്ങനെ ആ സങ്കടങ്ങൾ തുടരാറുണ്ട്. അങ്ങനെ 2 പേരോട് സങ്കടം തുടരുന്നുണ്ട്. ആരെന്ന് പറയുന്നില്ല. പക്ഷേ അത് മാറ്റണം. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ എല്ലാവർക്കും വേണ്ടി ഞാൻ പറയുകയാണ്, നമുക്ക് ചോദ്യം ചോദിക്കുന്നവരോടും അല്പം അപ്രിയമായ ചോദ്യം ചോദിക്കുന്നവരോടും എല്ലാം മാത്രവും സ്നേഹവും വാത്സല്യമേ ഉള്ളൂ. അപ്പോൾ അത് ചോദിക്കുന്ന അവരുടെ കടമ, ഉത്തരം പറയുന്നത് നമ്മുടെ കടമ. ഉത്തരം പറയാൻ പറ്റത്തില്ലേ നമ്മൾ മൗനം പാലിക്കും. മൗനം വിജയകുമാർ വിഭൂഷണാണ് അല്ലേ എന്ന രീതിയിൽ നമ്മൾ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒരു സെഗ്മെന്റ് ഉണ്ട്. പ്രിപ്പയർ ഫോർ എ ഷോക്ക് മിസ്റ്റർ വിജയകുമാർ. പുലിമട. ഇന്നത്തെ പുലിമടയിൽ എത്തിച്ചേരുന്നത്, നമ്മുടെ പുലിമടയിൽ കയറാൻ ആരാ വന്നിരിക്കുന്നതെന്ന് ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. കൊല്ലത്തുനിന്നൊരു പുലിയാണ് മുകേഷ്. ഹായ് മുകേഷ്, ഗുഡ് ഈവനിങ്. മുകേഷ്, ഞങ്ങൾ 24-ലെ മിക്കവാറും എല്ലാ അവതാരകരും മുകേഷിൻ്റെ കാര്യം കേൾക്കാനായിട്ട് തയ്യാറായിരിക്കുക. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് നമ്മൾ മുകേഷ് അടുത്തിടെ നമ്മുടെ ഫ്ലവേഴ്സ് ഒരു കൂടി പ്രത്യേകിച്ച് പോയി. പ്രത്യേകിച്ച് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ മുകേഷ് ഇങ്ങനെ കത്തി കയറുകയായിരുന്നു. അപ്പോൾ നമുക്ക് ജോലി വേണ്ടി വന്നില്ല, മൊത്തം മുകേഷായിരുന്നു. അപ്പോൾ അത് നന്നായി, വളരെ നന്നായി എന്നാണ് പ്രേക്ഷകരൊക്കെ പറഞ്ഞു. മുകേഷ്, നമുക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമ്മുടെ എല്ലാ എനിക്കൊന്ന് സ്ക്രീനിൽ മുകേഷ് കാണാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. അതായത് നമ്മുടെ മിക്കവാറും ഉള്ള എല്ലാ 24-ലെ അവതാരകരും ഉണ്ട്. മുകേഷിന് ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതലും. പ്രിയമായിട്ടുള്ള ഒരു അരുണ്യം ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. മുകേഷ്, ഈ കൊല്ലത്ത് മുകേഷ് മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ കേട്ടു. അങ്ങനെ ഞാനും കേട്ടു. ഹലോ, കേൾക്കാവോ? കേൾക്കാം പറയുന്നത് കേൾക്കാം. ഈ മുകേഷ് മത്സരിക്കാൻ മനസ്സ് പാകപ്പെട്ടോ അതോ അതിനോട് പൊരുത്തപ്പെടാൻ ഇനി സമയം എടുക്കുമോ? അല്ല, അതിപ്പം പാകപ്പെട്ട് കുറെ നാളായിട്ട് പാകപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഇത് പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഓക്കെ എന്ന് പറയാനുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇതുവരെയായിട്ടും ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഡിക്ലെയർ ചെയ്തതിന് ശേഷമേ എനിക്ക് പറയാനുള്ള അവകാശമുള്ളൂ. LK പ്രേമചന്ദ്രൻ ആണെങ്കിലും ഒരു പേടിയില്ല, കട്ടക്ക് നിൽക്കുമല്ലേ? എന്തിനാണ് പേടിക്കുന്നത്? അദ്ദേഹം നമ്മുടെ സുഹൃത്തല്ലേ.
ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് മുകേഷ്, നമ്മളിനി തെരഞ്ഞെടുപ്പ് കൊണ്ട് വിട്ടു കഴിഞ്ഞാലേ മുകേഷ് ഒരു ടെലിവിഷൻ ആങ്കറാണ്. ഈ പ്രത്യേകിച്ച് ഒരുപാട് പുതിയ പുതിയ പ്രോഗ്രാംസൊക്കെ TV ചാനലുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുകേഷിന് ഈ 24 ഒക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? നമ്മുടെ ഈ അവതാരകരോട് മുകേഷ് എന്തെങ്കിലും ഒരു ടെലിവിഷനിലൂടെ തന്നെ ഒരു അഡ്വൈസ് കൊടുക്കണോ? അല്ല, ഈ അവതാരകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക കലയാണ്. പണ്ടത്തെ അവതാരകരും ഇപ്പോഴത്തെ അവതാരകരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല കൃത്യമായിട്ട് ക്ലിപ്തമായിട്ട് വരുന്നവരെ ഒരു കാരണവശാലും വിഷമിപ്പിക്കരുത്, അവരെ നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്ത് വിടണം എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് വരുന്നത്. ഇപ്പം നേരെ ഓപ്പോസിറ്റാണ്. ഇവനെ എങ്ങനെ ശരിയാക്കാം, ഇവനെ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ വരുന്നവരായിരിക്കും. അപ്പോൾ അവരെ ഏത് തരത്തിലാണ് നമുക്കൊന്ന് ശരിയാക്കി വിടാമെന്നുള്ള ഒരു വലിയ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അവതാരകൻ എന്നുള്ള നിലയിൽ എൻ്റെ തുടക്കം ഞാൻ പറഞ്ഞോളട്ടെ, പറയട്ടെ. പറഞ്ഞോളൂ. എൻ്റെ അവതാരകൻ എന്നുള്ള നിലയിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ബഹുമാനമാണ്. ഇവർ ഒരുപാട് പ്രിപ്പയർ ചെയ്യണം. ഒരു കലാപരിപാടിയാണെങ്കിലും ഒരു പ്രോഗ്രാം ആണെങ്കിലും ഒക്കെ നല്ല പ്രിപ്പയർഡായിരിക്കണം. ഏത് സമയത്ത് എന്തും പറയുവാനുള്ള, മറുപടി പറയുവാനുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു ബുദ്ധി വേണം. അപ്പോൾ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരള കൗമുദി നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിൽ, അപ്പോൾ അതിൻ്റെ പരിപാടിയുടെ പേര് തന്നെ ക്ലാസ്മേറ്റ്സ് മീറ്റ്സ് ക്ലാസ്മേറ്റ്സ്. അതായത് ക്ലാസ്മേറ്റ് സിനിമ ഇറങ്ങി ഗംഭീര വിജയമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്ലാസ്മേറ്റ്സിലുള്ള അവരുടെ ആ അഭിനേതാക്കളും ഒറിജിനൽ ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ പഠിച്ച ഞാൻ, മോഹൻലാൽ, പ്രിയദർശൻ, MG ശ്രീകുമാർ, മണിയമ്പിള്ള രാജു, സുരേഷ് കുമാർ, അങ്ങനെ ഇവരെല്ലാവരും ഒരു വശത്ത്. പെട്ടെന്ന് ഇവർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, മുകേഷ് ആങ്കർ ചെയ്യണം. ഞാൻ പറഞ്ഞു, അയ്യോ അത് വലിയ സംഭവമാണ്, നമ്മൾ അഭിനയിക്കുന്നത് പോലല്ല, അത് വേറെ ആരുമില്ല, ആങ്കർ ചെയ്യണമെന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കകം ആങ്കർഷിപ്പ് എൻ്റെ കയ്യിൽ വന്നു തരികയാണ്. തുടക്കത്തിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് ഞാനൊരു സത്യം മനസ്സിലാക്കി, എന്തും പറയാം നമുക്ക്. ഇവരിയ്ക്കുന്നവരെല്ലാം നമ്മുടെ ദയാദാക്ഷിണ്യത്തിൽ ഇങ്ങനെ എന്നെപ്പറ്റി മറ്റേത് പറയല്ലേ, അത് നീ തമാശയ്ക്ക് പോലും അത് പറയല്ലേ. അപ്പോൾ പ്രിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ആണിപ്പുറത്തിരിക്കുമായിരുന്നു, നീ എന്തൊക്കെ വിളിച്ച് പറയാൻ പോകുന്നെന്ന് ആർക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ലാസ്റ്റ് ഭാഗം മാത്രം, അന്ന് ആദ്യമായിട്ട് മോഹൻലാലിനെ ഒരു ഹെലികോപ്റ്ററിലാണ് എറണാകുളത്ത് നിന്ന് കേരള കൗമുദി തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഹെലികോപ്റ്ററിൽ വന്നു, ആദ്യമായിട്ടൊരു സിനിമാ നടൻ ഒരു ഫംഗ്ഷന് വേണ്ടി ഹെലികോപ്റ്ററിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ വലിയ പ്രൊപ്പഗൻഡ. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ 2-3 ദിവസം കഴിയുമ്പോൾ സെനറ്റ് ഹാളിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ പോകുന്നു, പെട്ടെന്ന് മോഹൻലാലിനെ പോലെയുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മോഹൻലാൽ അല്ലേ അത്? മോഹൻലാൽ മെനഞ്ഞാന്നേ പോയല്ലോ. അല്ല, മോഹൻലാലാന്ന് തോന്നുന്നില്ല. കാർ തിരിച്ചു വന്നപ്പം മോഹൻലാൽ തന്നെ ആയിരുന്നു. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, ഹെലികോപ്റ്റർ തിരിച്ചുകൊണ്ട് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും വന്നില്ല, ഇന്ന് വരുമായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങളുടെ മോഹൻലാലിന് നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ലാസ്റ്റ് നിർത്തിയത്. ഓക്കെ താങ്ക് യു മുകേഷ്. അപ്പോൾ നമുക്ക് കൊല്ലത്ത് കാണാം. കാണേണ്ടി വരും. അതെ, ഇടയ്ക്ക് നമ്മൾ വരും. അപ്പോൾ 24 പോരാട്ടം ആശംസിക്കുന്നു. താങ്ക് യു മുകേഷിന്. കൊല്ലത്ത് ഒരു പൊരിഞ്ഞ പോരാട്ടം വിജയകുമാർ ആശംസിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു. മാത്രമല്ല ഇവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളുമാണ്, സിറ്റിംഗ് MP സിറ്റിംഗ് MLA തമ്മിൽ. ഓക്കെ, താങ്ക് യു മുകേഷ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ CPIM ഗൗരവത്തിൽ ആലോചിക്കുന്നു മുകേഷിനെ കൊല്ലത്ത് നിർത്താൻ. ഇന്ന് RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഇന്ന് കൊല്ലത്ത് മത്സരിക്കുന്ന
പ്രേമചന്ദ്രൻ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? അതെ, ഒരു സ്ഥാനാർത്ഥി അല്ലേ? അല്ല മുകേഷ് ഇപ്പൊ പറഞ്ഞത് എനിക്കിപ്പോ പറയാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലിരുന്ന് ആന്നടാ പുല്ലേ എന്ന് നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. പറയേണ്ടവർ പറഞ്ഞോളൂ. ഈ പാർട്ടിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാർട്ടി മുകേഷിനെ ഓരോരുത്തർ ഫോണിൽ വിളിച്ച് റെക്കോർഡ് ചെയ്ത് വൈറലാക്കുന്ന പരിപാടി സ്ഥിരമായിട്ട് പാവം പിടിച്ച ഫോൺ എടുക്കും. അതിൽ ഒന്ന് ഒരെണ്ണം അന്തസ്സോട് അന്തസ് എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോഴും വൈറലായിട്ട് ഇന്നലെ കേട്ടായിരുന്നു ഞാൻ. അതൊരു പ്രയോഗമായി പോയി. എനിക്കൊന്ന് ആഷ്മി രാത്രി ഉറങ്ങാൻ വേണ്ടി കേൾക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എത്ര ഭേദം മുകേഷ് ചേട്ടൻ ആ രീതിയിലാണ് അവതരിപ്പിക്കുക. അതായത് മുകേഷ് ചേട്ടാ, ഞാൻ മുകേഷ് ചേട്ടൻ്റെ വലിയൊരു ആരാധനയാണ്. ഒരിക്കലുമല്ല. അദ്ദേഹത്തിന്റെ രീതി അത് ഭയങ്കര രസമാണ്. അല്ല, മുകേഷ് ഈ ഫ്ലവേഴ്സ് ഒരു കോടിയിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, അത് ലോക സത്യമാണെന്ന് എനിക്ക് തോന്നി. പുള്ളി പറഞ്ഞു ഓരോരുത്തരും വരുമ്പോഴേ ഇങ്ങനെ നമ്മൾ ചോദിക്കുമല്ലോ, അപ്പോൾ ഈ ഫ്ലോറിൽ വന്നിട്ട് എന്ത് തോന്നുന്നു, ഇതേപോലൊരു ഫ്ലോറിൽ വരാനും കാറുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാനും താങ്കളുടെ ഫലിതങ്ങളൊക്കെ എൻജോയ് ചെയ്യാനും കഴിഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഒന്നുമല്ല. അതാണ് എപ്പോഴേ നമ്മുടെ ഇപ്പം മുകേഷ് എന്ന് പറയുന്ന നടന്റെ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടാന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി. അദ്ദേഹം പണ്ടത്തെ കാര്യങ്ങൾ വരെ വളരെ നർമ്മം ചാലിച്ച് അത് എപ്പോഴും ഇത്രയും കഥകൾ കയ്യിലുള്ള ഒരു മറ്റൊരു നടനില്ല. സാധാരണഗതിയിലേ പ്രവിത, ഞാൻ കണ്ടിട്ടുള്ള പല നടന്മാരും ഇപ്പോൾ ഇന്നസെൻ്റ് ഉണ്ടെങ്കിൽ അതിന് അപവാദമായിരുന്നു. അതായത് ക്യാമറയ്ക്ക് പിന്നിൽ ഇവർ വളരെ സജീവമാണെങ്കിൽ ക്യാമറയ്ക്ക് മുന്നിൽ അത്ര സജീവമായിരിക്കത്തില്ല. ഇത് രണ്ടും ഒന്നിച്ച് പോകത്തില്ല. അതേസമയം ഇന്നസെൻ്റ് ചേട്ടനൊക്കെ അതിന് വ്യത്യസ്ത കാഴ്ചയായിരുന്നു. ജഗതി ചേട്ടൻ തന്നെ ക്യാമറയുടെ മുന്നിൽ ഒരിക്കലും ഡയറക്ടർ പ്രതീക്ഷിക്കാത്ത അഭിനയം കാഴ്ചവെക്കും. അതുപോലെ അദ്ദേഹം ഇടുന്ന നമ്പറുകൾ ചിലപ്പോൾ അദ്ദേഹം ചില പുതിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോഴേ രഹസ്യമായിട്ട് പോയി അമ്പിളിച്ചേട്ടനോട് ജഗതി ചേട്ടനോട് അവർ പറയും ഉപദ്രവിക്കല്ലേ എന്ന് പറയും. എന്തെന്നറിയാമോ? കാരണം അദ്ദേഹം ഇങ്ങനെയൊക്കെ ഒരു നിപ്പ് നിൽക്കും. അപ്പോൾ ലാസ്റ്റിൽ മുഴുവൻ ശ്രദ്ധയും അങ്ങേരിലായിരിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ സ്ക്രീനിൽ ഇവരെല്ലാം ഉണ്ടെങ്കിലും ആരും ഇവരെ ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് ഉപദ്രവിക്കരുത്, ലാസ്റ്റിൽ പറയാതെ റിഹേഴ്സൽ കാണിക്കാത്ത നമ്പറുകൾ ഇട്ട് കളയരുത് എന്ന് പറയും. അതേസമയം അദ്ദേഹം ശരിക്കും നമ്മളിപ്പോൾ അങ്ങനെ എൻ്റെ രൂപ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കട്ട് ഇങ്ങനെ അങ്ങ് ഭയങ്കര ഡഡ് സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മുകേഷ് അങ്ങനെയല്ല, കഥകളുടെ ഘോഷയാത്രയാണ്. ഇത്രയും എന്ന് പറയാനുള്ള മാത്രമല്ല, സ്വന്തം പരിമിതികളെ കുറിച്ച് ഇത്രയും ബോധമുള്ള ഒരു നടൻ. പരസ്യമായിട്ടല്ലേ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ അദ്ദേഹം പറഞ്ഞത് എനിക്കതിനെ കുറിച്ച് ഒരു വിവരമില്ലായിരുന്നു. അത് വളരെ ഗൗരവമുള്ള ഒരു രാഷ്ട്രീയ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴാണ് ഗണേശ് പറഞ്ഞത് എനിക്കതിനെക്കുറിച്ച് വിവരമില്ലായിരുന്നു. സാധാരണ ഒരു MLA പറയാൻ മടിക്കും, എല്ലാം അറിയാം എന്ന് ഭാവിക്കുന്നവരാണല്ലോ പൊതുവെ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലേ. ഓക്കെ മുകേഷ്, താങ്ക് യു. അപ്പോൾ നമുക്കൊരു സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ ഒരേ കാലം പഠിച്ചു എന്നുള്ളത്. ഓക്കെ, അവതാര പുലികൾ തുടരുകയാണ്. 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന പരിപാടിയാണ്. എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 മണി വരെ ആയിരിക്കും ഈ പരിപാടി സംപ്രേഷണം ചെയ്യുക. പ്രേക്ഷകർക്ക് കൂടി പങ്കാളിത്തമുള്ള പരിപാടിയായിട്ടായിരിക്കും പുതിയ സെഗ്മെൻറ്റുകളോടെ ഈ അവതാര പുലികൾ പ്രേക്ഷകരുടെ സ്വീകരണ മുറികളിൽ എത്തുക, മൊബൈൽ ഫോണിലും എത്തുക. നിങ്ങൾ ഒരു കാര്യം മാത്രം, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പരിപാടിയിൽ ഇടപെടാം, നിങ്ങൾക്ക് ഫോണിൽ വിളിക്കാം. ഈ നിൽക്കുന്ന ഏത് അവതാരകനുമായിട്ട് വേണമെങ്കിലും അല്ലെങ്കിൽ അവതാരകയുമായിട്ടും നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മളിനി പോകാൻ പോകും. നിങ്ങൾക്ക് അറിയുന്ന പോലെ മണിയുടെ മീഡിയ സിറ്റിയിലെ ടോൾക്കെ വിസ്താര ഫ്ലോറിൽ നിന്നാണ് ഈ പരിപാടി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി റിപ്പോർട്ടേഴ്സ് ലൈവ്. പ്രക്ഷോഭം നടത്തുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാരിൻ്റെ ചർച്ച അല്പസമയത്തിനകം ഉണ്ടാകും. ഇപ്പോൾ കർഷകർ തമ്പടിച്ചിരിക്കുന്ന ശംഭു അതിർത്തിയിൽ നിതിൻ അംബുജനുണ്ട്. നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, ഗുഡ് ഈവനിങ്. പറയൂ നിതിൻ, അവതാര പുലികളിലേക്ക് സ്വാഗതം. എന്താ ട്രാക്ടറിന് മുകളിലാണോ കയറിയിരിക്കുന്നത്? കൊള്ളാലോ. ഓക്കെ, തുടരൂ. വെരി ഗുഡ് ഈവനിങ്. എന്തായാലും അല്പസമയത്തിനു തന്നെ കർഷകരുടെ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ച ആരംഭിക്കും. എന്തായാലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. കേന്ദ്രമന്ത്രിമാരെല്ലാം തന്നെ ഇപ്പോൾ ചണ്ഡീഗഡിലെ ഈ ചർച്ചകൾ നടക്കാനിരിക്കുന്ന ഈ വേദിയിലേക്ക് കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ അല്പസമയം എത്തുകയുള്ളൂ. ഞാനിപ്പോൾ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, ഒരു ട്രാക്ടറിലാണ്. ഇങ്ങനെ ശംഭു അതിർത്തിയിൽ നിരനിരയായി ട്രാക്ടർ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഞാൻ ഈ നിൽക്കുന്ന ശംഭു അതിർത്തി, അതായത് പഞ്ചാബിലാണ് ഇപ്പോൾ ഉള്ളത്. 3 കിലോമീറ്റർ അകലെ ചെന്നാൽ ഹരിയാനയിലെ ഈ വഴികളെല്ലാം തന്നെ ഇപ്പോൾ ട്രാക്ടറുകൾ ഇങ്ങനെ നിരത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ കൂടുതൽ ട്രാക്ടറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ സമരം ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ചർച്ച അല്പസമയത്തിനും തന്നെ ആരംഭിക്കും. ഈ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ എന്തായാലും കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം ഒന്ന് MSPയിൽ ഒരു നിയമപരമായ ഉറപ്പ് നൽകണം എന്നുള്ളതാണ്. ഇനി സർക്കാർ അതിന് വഴങ്ങില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും
കർഷകർ മുന്നോട്ട് പോകും. അതല്ല ഇനി ഇലക്ഷൻ ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം അത് നടപ്പാക്കാമെന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഡിനൻസ് അതിനു മുമ്പ് ഇറക്കണമെന്നൊരു ആവശ്യമാകും കർഷകർ മുന്നോട്ട് വയ്ക്കുക. കൂടാതെ മറ്റ് ചില ആവശ്യങ്ങളുണ്ട്. ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് നീതി ഉറപ്പാക്കുക, അതോടൊപ്പം ആദ്യ കർഷക സമരത്തിൽ കർഷകർക്ക് നേരെ എടുത്ത കേസുകൾ പിൻവലിക്കുക, അങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ് എന്നുള്ള ഒരു ആവശ്യമാണ്. അതിൽ ഒരു തരത്തിലും വഴങ്ങില്ല. നിയമപരമായ ഉറപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കിട്ടിയാൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കുകയുള്ള നിലപാട് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 ദിവസമായി തന്നെ ശംഭു അതിർത്തിയിൽ സമാധാനപരമായി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. 4 ദിവസം മുൻപാണ് ഇത്തരത്തിൽ കർഷകർ ട്രാക്ടറുകളുമായി ശംഭു അതിർത്തിയിലേക്ക് എത്തിയത്. അതിനുശേഷം വലിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസം വലിയ സമാധാനപരമായി മുന്നോട്ട് പോകുന്നു. ഇനി അഥവാ ഇന്ന് ചർച്ച പരാജയപ്പെട്ടാൽ നാളെ ഡൽഹിയിലേക്ക് കർഷകർ നീങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആയിരിക്കില്ല ശംഭുവിലെ സാഹചര്യം. സമാധാനപരമായി പോകുന്ന ഒരു സമരം അത് കൂടുതൽ സംഘർഷങ്ങളിലേക്ക് പോകും. എന്തായാലും പോലീസ് എല്ലാം സജ്ജമായി തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ട്രാക്ടറുകൾ മുന്നോട്ട് പോകാതിരിക്കാൻ കോൺക്രീറ്റ് ബാരിക്കേഡും അതിനപ്പുറം മുള്ളുവേലി സ്ഥാപിച്ചിരിക്കുകയാണ്. കൂടാതെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നത്. അതിനെ മറികടക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങൾ കർഷകർ സ്വീകരിക്കുന്നുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള കണ്ണീർ വാതക ഷെല്ലുകൾ കർഷകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചാൽ അതിനെ നനഞ്ഞ ചാക്കുകൊണ്ട് ആ ഒരു പുക അടങ്ങിയ ശേഷം പിന്നീട് കണ്ണീർ വാതക ഷെല്ലുകൾ പോലീസ് നേരെയാണ് തിരിച്ച് കർഷകർ എറിയുക. അതോടൊപ്പം തന്നെ ടൂത്ത് പേസ്റ്റ് മുഖത്തുപയോഗിച്ചു അതിൻ്റെ ഈ നീറ്റിൽ അകറ്റാനുള്ളൊരു തന്ത്രം അവർ സ്വീകരിക്കുന്നു. കൂടാതെ പലതരത്തിലുള്ള ട്രാക്ടറുകൾ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ബാരിക്കേഡ് മറിച്ചിടാൻ സാധിക്കുന്ന ട്രാക്ടറുകൾ. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് കർഷകർ ഇപ്പോൾ തെരുവിലുള്ളത്. ഇതേ സമരമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ സമരം ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. മൂന്നാമത്തെ ചർച്ചയിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ആരംഭിക്കാൻ പോകുന്ന ചർച്ചയിൽ ഒരു പുതിയ നിർദ്ദേശവുമായാണ് കേന്ദ്ര സർക്കാർ കർഷകരെ സമീപിക്കുക. ആ ഒരു നിർദ്ദേശം ഒരുപക്ഷെ സമിതി രൂപീകരിക്കും എന്ന് തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ ഒരു തരത്തിലും വഴങ്ങില്ല, സമരം തുടരും. അതല്ല മറ്റു ചില നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ അത് സ്വീകാര്യമായാൽ മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്നാണ് കർഷക സംഘടനകൾ അല്പസമയം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ചർച്ച ആരംഭിക്കും. അതോടൊപ്പം തന്നെ അല്പസമയം മുമ്പ് പഞ്ചാബിൽ ഇപ്പോൾ ഇന്റർനെറ്റ് നിരോധനം അത് നീട്ടിയിട്ടുണ്ട്. ഈ മാസം 24 വരെയാണ് ഫത്തേഗഡ് സാഹിബ് ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ, പട്ടികയിൽ അടക്കമുള്ള വിവിധ ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുന്നത്. SKN. ഓക്കെ താങ്ക് യു നിതിൻ അമ്പൂഞ്ഞൻ. വിജയകുമാർ, യഥാർത്ഥത്തിൽ അല്പ നിമിഷങ്ങൾ കഴിഞ്ഞാലുടൻ ചർച്ച നടക്കും. ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ വിജയൻ്റെ ഒരു നിരീക്ഷണം എങ്ങനെയാണ്? ഈ കർഷകരുടെ സമരം എങ്ങനെയായാലും സർക്കാർ തീർക്കുമോ അതോ കർഷകരെ നമ്മൾ ഡൽഹിയിൽ കാണേണ്ടി വരുമോ? ഇല്ല എസ്കൻ, എനിക്ക് തോന്നുന്നു തീർക്കും എന്നാണ്. കാരണം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്രയും ഒരു വലിയ അജിറ്റേഷൻ, അപ്പോൾ അതിനൊരു നറേറ്റീവ് ഉണ്ടല്ലോ. സ്വാഭാവികമായും രാജ്യം മുഴുവൻ അത് കർഷകർക്കെതിരായ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമെന്നൊരു നറേറ്റീവ് ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി സമരം തീർക്കാൻ വിട്ടുവീഴ്ച ചെയ്യുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ നേരത്തെ ഉണ്ടായ കർഷക സമരത്തിന് മുൻപിൽ സർക്കാർ മുട്ടുമടക്കി നിയമങ്ങൾ പിൻവലിച്ചാണ് അങ്ങനെ അന്നത് വഴങ്ങിയത്. ഇപ്പോഴും ഒരുപക്ഷെ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് നിയമപരമായി അതിന് പ്രാബല്യം നൽകുന്ന ഓർഡിനൻസിന്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം അമിത്ഷാ ചർച്ച നടത്തിയിരുന്നു. ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് വലിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പണം തികയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ പരിമിതിയാണത്. എന്തെങ്കിലും തരത്തിലൊരു കോംപ്രമൈസിന് വഴങ്ങും ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ. അവരേതായാലും ഇടപെട്ട സമയം കൃത്യമാണ്. കർഷകർ ഇടപെട്ട. സുഹൈലിനോട് ഉന്മേഷിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. സുഹൈൽ, ഇനി ഒരു സർപ്രൈസ് വരാൻ പോവാണ്. ഇത് ആരെയായിരിക്കും അഫക്ട് ചെയ്യാൻ സാധ്യത? ചുമ്മാ ജസ്റ്റ് ഒരു ഗസിങ്. വിജയനാണെന്ന് തോന്നുന്നു. അപ്പൊ ഉന്മേഷ് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യോ? ഉന്മേഷ് ഗസ് ചെയ്യാൻ ഒരു വീരനാണല്ലോ, PhD അല്ലേ? അല്ല സാറേ, ഞാൻ ഒരിക്കലും അങ്ങനത്തെ കാര്യത്തിൽ വീരനല്ല. അല്ല, ഇന്നാളി പിന്നെ ഗസ് ചെയ്തോ? എന്ത് അത് പറയണോ വിജയ? ഞാൻ ഈ വേദി പറയില്ല. അത് പറയത്തില്ല. ലക്ഷക്കണക്കിന് മാത്രമല്ല പ്രേക്ഷകർക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. ഡോക്ടർ ഉന്മേഷ് ശിവരാമനെ കുറിച്ച് അല്ലേ നമ്മൾ എന്തെങ്കിലും അപ്പൊ ഗസ് ചെയ്യുന്നില്ലല്ലോ? ഇല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കട്ട ലോക്കൽ. അപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും എന്താണ് ഈ കട്ട ലോക്കൽ. നിങ്ങളൊരു വീഡിയോ കാണും, അപ്പോൾ മനസ്സിലാവും എന്താണ് കട്ട ലോക്കൽ. ഈ സ്ഥലം കണ്ടിട്ട്
ഇതാരുടെ സ്ഥലമാണെന്ന് പറയാൻ പറ്റുമോ? ഹാഷ്മി. അപ്പൊ സുഹൈൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അല്ലെ? വിജയകുമാറിന്റെ മിടുക്കൻ. ഈ തല ഉണക്കത്ത് വയ്ക്കുന്നത് കട്ട ലോക്കലിന് പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു. അതാണ് സുഹൈൽ മോഹന്റെ കാര്യം അതാണ്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോഴാണ് അപ്പോൾ നാട്ടുകാർക്ക് എന്താണ് ഈ കഥാപ്രസംഗനെ കുറിച്ച് പറയാനുള്ളത്. ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ നാടാണത് കേട്ടോ. അത് വേണമായിരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ സ്വന്തം കലാലയം NSS കോളേജ് പന്തളം. തൊട്ടടുത്ത് NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂള്. ഇതിലാണ് ഹാഷ്മി പഠിച്ചത്. ഹാഷ്മിയുടെ ഒപ്പം പഠിച്ച ഒരാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്, വിഷ്ണു നമ്മുടെ OBT ടീം അംഗമാണ്. ഹാഷ്മിയുടെ സ്വന്തം സഹപാഠിയാണ്. വിഷ്ണു, ഹാഷ്മിയെക്കുറിച്ച് എന്താണ് ഓർക്കാനുള്ളത്? അവനെപ്പറ്റി പറയുന്ന സമയത്ത് പ്രസംഗം ഏകദേശം സ്കൂൾ കാലഘട്ടത്തിൽ മൊത്തം തൊട്ട് മുതൽ പ്രസംഗത്തിൽ മിടുക്കനായിരുന്നു. അന്ന് സബ് ജില്ലാതലത്തിൽ ജില്ലാതലത്തിൽ അതായിരിക്കും ഇപ്പോൾ പുതിയ കഥാപ്രസംഗമായിട്ട് രൂപാന്തരപ്പെട്ടത്. അതെ. ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ്, ഞങ്ങളുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ അന്ന് പഠിച്ച ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഹാഷ്മി അത്ര സജീവമല്ല. ഹാഷ്മിയെ പറ്റുള്ള വൈറൽ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഇടാറുണ്ട്. പിന്നെ പലപ്പോഴും ഹാഷ്മി ഇടയ്ക്ക് ഇതിനകത്ത് ഗ്രൂപ്പിൽ വരാറുണ്ട്. ാണ് ശ്രീജിത്ത്. ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹത്തിന്റെ പിതാവ്. ഒന്നിങ്ങ് പുറത്തേക്ക് വന്ന ഇവിടെ വേറെ ആരും ഇല്ലേ? ഒന്ന് വരുമോ എല്ലാവരും? ഹാഷ്മിയുടെ വീട്ടിലാണ് നമ്മളുള്ളത്. ഹാഷ്മി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് എത്രയായി? കുറച്ചു നാളായി. ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്തുവോ? ഇതെന്റെ വൈഫ്, അതായത് ഹാഷ്മിയുടെ അമ്മ ഷെരീഫ. ഷഹാന. എത്ര കാലമായി ഹാഷ്മി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? ഒരു മാസമായി. ടിവിയിൽ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പൊ അതേ ഉള്ളൂ. അവനെ വിളിക്കും, എപ്പോഴും വിളിക്കും. ഇപ്പൊ ഈ എൻകൗണ്ടർ കഴിഞ്ഞാൽ ഈ ചർച്ചയിൽ വലിയ വിമർശനങ്ങളൊക്കെ പലരും ഉന്നയിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷമം തോന്നാറുണ്ടോ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ? വിഷമം തോന്നാറുണ്ട് വെച്ചാൽ അല്പം ഭീതി തോന്നാറുണ്ട്. വിഷമം അങ്ങനില്ല, കാരണം അവൻ പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇന്നലെയും അവനോട് പറഞ്ഞു. കാരണം പറയുന്ന സത്യമാണെങ്കിലും അപ്രിയ സത്യങ്ങൾ മനുഷ്യർ ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ആസ് എ ഫാദർ എനിക്ക് ചില നാച്ചുറലി എനിക്ക് ചില വിഷമം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത്? ഇല്ല, അങ്ങനെ കുരുത്തക്കേടൊന്നും ഇല്ല. പിന്നെ കുട്ടികളുടെ ആയിട്ടുള്ള ചാട്ടവും ഓട്ടവും ബഹളവും അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. ചേട്ടൻ വഴക്കാളിയായിരുന്നു ആ സമയത്ത്? ഞാനായിരുന്നു വഴക്കാളി. ചേട്ടൻ ഞാൻ ഒരുപാട് മാന്തിയൊക്കെ ചെയ്യുമായിരുന്നു അന്ന്. പക്ഷെ ആള് ഭയങ്കര കഴിവുള്ള ആളാണ് നേരത്തെ മുതലേ. മലയാളമൊക്കെ നല്ലോണം എഴുതും, സാഹിത്യം ഭയങ്കരമായിട്ട് എഴുതുമായിരുന്നു. ഹാഷ്മി അനിയത്തിക്കൊക്കെ വലിയ അഭിപ്രായമാണല്ലോ. ക്യാമറ പറയാണല്ലേ, അല്ലെങ്കിൽ അറിയാല്ലേ? ഹാഷ്മിക്ക് ഇപ്പം വീട്ടിൽ പോയിട്ട് 1 മാസമായോ? ആൾക്കാർ ചോദിക്കും അത്രയും വലിയ ജോലിയാണ് 24. വിജയകുമാർ, ഇതിനെ കുറിച്ച് വിജയകുമാറിന്റെ ഒരു സർട്ടിഫിക്കറ്റ്. അല്ല, ആദ്യം ഹാഷ്മിയെ കണ്ട കൂട്ടുകാരനല്ലേ, അയാൾ ഹാഷ്മിയെ പറ്റിച്ചു. കൊടുത്ത കാശിന് കുറെ കൂടെ പറയണമെന്ന് പറഞ്ഞ ഏത് ക്ലാസ്സിൽ പഠിച്ചാ ഒന്നിച്ച്? LKG മുതൽ 7ാം ക്ലാസ് 10ാം ക്ലാസ് ഒന്നിച്ച് പഠിച്ചു. തോന്നിയാസം മൊത്തം അറിയായിരിക്കും. പന്തളത്ത് പോയപ്പോ ഈ വിഷ്ണു വന്ന് കണ്ടിരുന്നു. അന്നും ഇതുപോലെ ഹാഷ്മിയെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. സ്മിതയുടെ കൂടെ പഠിച്ച ഒരാളെ പരിചയപ്പെടുത്തണോ? പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്മിതയുടെ കൂടെ പഠിച്ച ഒരാള്, ഒരു കൂട്ടുകാരനെ നമ്മൾ പരിചയപ്പെടുത്തിയാൽ ആ കൂട്ടുകാരൻ എന്തൊക്കെ പറയാൻ സാധ്യതയുണ്ട്? സ്മിതയ്ക്ക് ഏറ്റവും പരിചയമുള്ള ഒരാളാണ്. ഭയങ്കര കുരുത്തക്കേടായിരുന്നു ഞാൻ. ശരിക്കും വേറെ പറയൂ. കുരുത്തക്കേടാണെന്നുള്ള ഇപ്പോഴും അറിയാലോ. ഭയങ്കര വായാടി ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. വേറൊന്നും അപ്രിയമായിട്ട് പറയാനില്ലല്ലോ. കുഞ്ഞായിരുന്നപ്പോഴേ ഈ ഉത്സവത്തിന് 1.5 വയസ്സ് അല്ല 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉത്സവത്തിന് വളയൊക്കെ മേടിക്കൂലോ. അപ്പൊ ഓടി വരുമ്പോ കൂട്ടുകാർ ഇത് കണ്ടുകഴിയുമ്പോ ഭയങ്കര സന്തോഷം. അപ്പൊ നീ എടുത്തോന്ന് പറഞ്ഞു കൊടുക്കും കുറച്ചൊക്കെ. പക്ഷെ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേട് പിണങ്ങി കഴിഞ്ഞ അപ്പൊ എന്റെ വളവാ, അപ്പൊ ചിലപ്പോ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കട്ടോ, അങ്ങനെ ഒരാൾ നമ്മുടെ കയ്യിലില്ല.
ചേച്ചി അതിന് മുന്നേ സത്യമൊക്കെ പറഞ്ഞു. പുള്ളിക്കാരി സത്യമൊക്കെ പറഞ്ഞ് സ്മിത ഇങ്ങനെ നെഞ്ചിലെ ഉള്ള ഇടിപ്പ് ഇവിടെ കേട്ടില്ലേ വിജയ? വല്ലാത്ത നെഞ്ചിടിപ്പായിരുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ ഒരവസരത്തിൽ നമ്മൾ സ്മിതയുടെ കാര്യം മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്ത്, മാഞ്ഞാലി ഇപ്പം ONV ഒക്കെ ഭാരതപ്പുഴ സ്വാധീനിച്ചതുപോലെ ഈ കവയിത്രിയെ സ്വാധീനിച്ചുള്ളത് മാഞ്ഞാലിപ്പുഴയാണ്. അപ്പോൾ ഒരു മാഞ്ഞാലി പുഴ ഒഴുകുകയാണ്, അതിൻ്റെ കൂടെ സ്മിതയും ഒഴുകുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വരാം. മറ്റു ചില സർപ്രൈസ് കൂടെ ബാക്കിയിരിക്കുന്നു. പ്രേക്ഷകർ ഒരു കാര്യം കൂടി അറിഞ്ഞോളൂ, ഈ കാര്യമൊന്നും നമ്മൾ ഇവരോട് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പന്തളത്ത് ഭൂജാതനായ ഒരു മനുഷ്യനാണ്. മാത്രമല്ല പന്തളത്ത് അറിയാമല്ലോ, പന്തളം എന്ന് വളരെ പുണ്യപുരാണ ഒരു സ്ഥലം. പന്തളത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പന്തളം ഏറ്റവും ഗംഭീരമാണ്. പക്ക സൂപ്പർ സ്ഥലമാണ്, വണ്ടർഫുൾ കൺട്രിയാണ്. പണ്ട് രാജാവ് അയ്യപ്പന്റെ പിതാവ് സ്ഥലമാണ്. പണ്ട് രാജാവ് ഉണ്ടായിരുന്നു, നമ്മൾ രാജ്യമായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു പഴയ ചരിത്ര പാരമ്പര്യമുള്ള ഗംഭീരമായ സ്ഥലം. കുറവാന്നൊക്കെ പറയുന്ന ആളുകൾ കുറച്ചുണ്ട്. അത് വികസനം പോകുന്നുണ്ടാണ്. എന്താ പറയുക, 7ാം ക്ലാസ് ഞാൻ കണ്ട അതേ മന്ത്രം തന്നെ ഇപ്പോഴും. അപ്പൊ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട് അവിടെ. ഓക്കെ, എൻകൗണ്ടറിൽ കഥാപ്രസംഗം പറയുമ്പോൾ ഈ പന്തളത്തിന്റെ കാര്യം കൂടെ ഒന്ന് പറയും. പുരോഗലക്ഷ്മിക്ക് അറിയാം പന്തളമൊക്കെ? പന്തളം പോയിട്ടുണ്ട്. ബസ്സിൽ പോയിട്ടുണ്ട് അതുവഴി? ബസ്സിൽ പോയിട്ടുണ്ട്. അല്ല, എൻ്റെ റിലേറ്റീവ് ഉണ്ട്, അപ്പോൾ അങ്ങനെ പന്തളം പോയിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുത്ത് വരാം. ഇടവേള കഴിയുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകർ വേണ്ടി നമ്മൾ പങ്കുവയ്ക്കും. അപ്പോൾ നിങ്ങളുടെ വിളികൾ, നിങ്ങളുടെ എഴുത്ത് എല്ലാം വേണം, യൂട്യൂബ് സന്ദേശമൊക്കെ വേണം. ബ്രേക്ക്. ഹായ് അനുജ. എനിക്ക് തോന്നുന്നത് അനുജ ഇപ്പം നമ്മൾ കുറേ അവതാര പുലികളിൽ കണ്ടു. അപ്പോൾ യഥാർത്ഥം നേരത്തെ ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യം തീർച്ചയായിട്ടും അത് അനുജയ്ക്കായിരിക്കും കൂടുതൽ ബാധകമെന്ന് എനിക്ക് തോന്നി. അതായത് നിങ്ങൾ എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടാണ്. പ്രേക്ഷകർ വിചാരിക്കുന്നത് നമ്മൾ ശരിക്കും ചാടിക്കറി ഫ്ലോറിൽ വരുന്നു, നമ്മൾ ചിരിക്കുന്നു, സംസാരിക്കുന്നു, കൈയും കാലും ഇട്ട് അനക്കുന്നു. ഞാനാണെങ്കിൽ അങ്ങനെ അത്യാവശ്യം ഗുഡ് ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുകൾ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് സീരിയസ് അല്ലേ എന്ന് അവർക്ക് സംശയം തോന്നാം. അപ്പോൾ അങ്ങനെ സംശയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും അനൂജ രാജേഷ് എന്ന വാർത്താ അവതാരക പറയാൻ പോകുന്നത്? തീർച്ചയായിട്ടും നമ്മൾ ഈ ന്യൂസ് എന്താണ് എന്നുള്ളത് ഐഡിയ ഇല്ലാതെ അവിടെ പോയി നിൽക്കരുത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പക്ഷം. അപ്പോൾ എല്ലാ സംഭവങ്ങളെ കുറിച്ചും അപ് ടു ഡേറ്റ് ആയിട്ട് മാത്രമേ. അങ്ങോട്ട് പക്ഷം പിടിക്കുന്നവരാണോ? എങ്ങനെ, എനിക്ക് മനസ്സിലായില്ല. അതായത് അതേ പക്ഷക്കാരാണോ ഇവർ രണ്ടുപേരും? ഗോപികൃഷ്ണൻ അവിടെ നിൽക്കുന്നു, ഇവിടെ ഹാഷ്മി താജ് ഇബ്രാഹിം. അതെ, അതല്ലാതെ നമുക്ക് ഈ ഓൺഎയറിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സാർ, അത് ഈ എന്താണ് വിഷയം എന്താണെന്ന് അറിയാതെ നമ്മൾ ഓൺഎയറിൽ പോയി നിന്നാൽ നമ്മൾ പൊളിഞ്ഞു പോകും. ഒരു കാരണവശാലും അതിന് തന്നെ ആയിരിക്കണം പ്രാധാന്യം, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളത്. ഇത്രയധികം ബുള്ളറ്റിനുകൾ വായിച്ചു തള്ളിയ ഒരാളാണ്. എത്രയോ ബുള്ളറ്റിനുകൾ, എന്തെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതെല്ലാം വായിച്ച് തള്ളിയ ഒരാളാണ്. അങ്ങനെ തള്ളിയ ആൾ, ഇപ്പോൾ തള്ളെന്ന് വെച്ചാൽ വേറെ അർത്ഥമാണ്. ഇപ്പോൾ നമ്മളൊന്ന് വായിച്ച് തീർത്തു എന്നുള്ള അർത്ഥത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെന്ന നിലയിൽ ഇപ്പോഴും വാർത്താ മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു അവതാരക എന്നുള്ള നിലയിൽ നേരിയൊരു ടെൻഷൻ്റെ കാറ്റ് ഉള്ളിൽ വീശുവോ? ടെൻഷനല്ല, പക്ഷെ നമ്മളൊന്ന് ജാഗ്രതയോടെയാണ് അങ്ങോട്ടേ, ഒരു കരുതൽ ഉണ്ടാകും. അല്ലാതെ ടെൻഷൻ അങ്ങനെ അത്ര ഫീൽ ചെയ്യാറില്ല. അങ്ങനെയാണെങ്കിൽ അനുജയുടെ ഒരു ചോദ്യമുണ്ട്, വിചാരണ. അപ്പോൾ പ്ലേ പ്രേക്ഷകരാണ്. എൻ്റെ പേര് രാജലക്ഷ്മി, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ ചോദ്യം അനുജയോടാണ്. വിഷ്വൽ മീഡിയയുടെ ആദ്യ കാലഘട്ടം തൊട്ട് തന്നെ ഈ ഫീൽഡിലുള്ള ആളാണല്ലോ അനുജ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലത്തെ വാർത്താവതരണത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ആ അവതരണ ശൈലിയിലുള്ള മാറ്റങ്ങൾ, സാങ്കേതികപരമായ മാറ്റങ്ങൾ, അതിനെല്ലാം എങ്ങനെ കാണുന്നു? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ അനുജ. അതെ, ഒരുപാട് മാറിയിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയമില്ല. കാരണം ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പല ഫേസസിലൂടെ എനിക്ക് കടന്നു പോകാൻ പറ്റി എന്നുള്ളതാണ് സ്കാൻ. കാരണം ഈ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് വായിക്കുന്നു, നമ്മൾ മുൻപിലുള്ള പ്രോംപ്റ്ററിൽ ഉള്ളതിൽ നിന്ന് ഒരു വാക്ക് പോലും കൂടുതൽ പറയരുത് എന്നുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷനോടെയാണ്. ഒരു മൂവ്മെൻറ്റ് പോലും പാടില്ല, സാറിനറിയാമല്ലോ. അപ്പോൾ ചെറിയൊരു മൂവ്മെൻറ്റ് വന്നാൽ അപ്പോൾ ചോദിക്കുക എന്താണ് സംഭവിച്ചത്, അങ്ങനെ അത്രയും നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു ഇതിൽ നിന്ന് മാറി പിന്നീട് ഇപ്പോൾ ഒരു റിപ്പോർട്ടർ ലൈവ് പോലും ഉണ്ടായിരുന്നില്ല അന്ന്. ടെലിയൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഈ September 11 അറ്റാക്ക് അത് വരുന്ന സമയത്ത് ഏഷ്യാനെറ്റിൽ ഞാനൊക്കെ ഉണ്ടായിരുന്നു, വേണുവൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്. പക്ഷേ ഇന്നാണെങ്കിൽ അത് എത്രയോ ദിവസങ്ങളോളം നീളുന്ന ചർച്ചയും ഒക്കെ ആയി മാറുന്നു. പക്ഷെ അന്നത് ഒരു വാർത്തയായി ജസ്റ്റ് അതങ്ങനെ പോയി. അന്നത്തെ ഒരു തീർച്ചയായും ഇന്നിപ്പോ അതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ അതിനുശേഷം റിപ്പോർട്ടർമാരുടെ ലൈവായി മാറി. പിന്നെ അത് മാറി ഇപ്പോൾ എന്തിലേക്കൊക്കെയാണ് നമ്മളുടെ അവതരണ രീതി തന്നെ മാറി. സാറ് കൊണ്ടുവന്ന 24 കൊണ്ടുവന്ന ഒട്ടേറെ പരിഷ്കാരങ്ങളുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു എനിക്ക് തോന്നുന്നു ഇനി ഇതിനപ്പുറത്തേക്ക് എന്തോ എനിക്കറിയാം. സാറ് തന്നെ അല്ലല്ല, ഇനി മാറാനുണ്ട്. എനിക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറ, നമ്മൾ ചില ആൾക്കാർ അവരുടെ ബാർ അഴിക്കാൻ സാറ് കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് വേറെ ബാറാ വിചാരിച്ചത്.
പാറഴിക്കാനുള്ള അല്ല. യോഗ്യതയില്ല നമുക്ക്. സാർ ഇപ്പൊ കൊണ്ടുവന്ന് നിർത്തിയതിന് അപ്പുറത്തേക്ക് ഇപ്പൊ ഒരു ചാനലിലും ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അല്ല അത് പറ്റും. നമ്മൾ ആ ആളിനെ കാത്തിരിക്കുക. നമ്മൾ രംഗമിടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആള് അയാൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ വേണുവിന് ശരിക്കും വേണു വളരെ ഒരു ഗൗരവം ഭാവിക്കുന്ന ഒരു അവതാരകനാണ്. വേണു ഉള്ളുകൊണ്ടൊരു ഇത്തിരി ഫലിതബോധം കൂടുതലുള്ള ആളാണെന്ന് എനിക്കറിയാം. എന്തിനോടും ചിരിക്കാനും ഒക്കെ ഉള്ള അത് ഇതുവരെ പുറത്തെടുക്കുന്നില്ല വേണു. കാര്യം ഞങ്ങൾ ചോദിച്ചാൽ ഞങ്ങളുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ വേണു മിക്കവാറും പെട്ടു പോകുന്നു. പെട്ടല്ലോ. ഇനി എന്താ പെടാനുള്ളതല്ലേ? വേണുവിന് ഇതിനെക്കുറിച്ചുള്ളൊരു സീരിയസ് അഭിപ്രായം എന്താണ്? ഇതിനെ പറ്റി അതായത് ഇപ്പോൾ അനുജ പറഞ്ഞു നിർത്തിയതുകൊണ്ടത്തെ വേണു തുടങ്ങിയാൽ, അതായത് വേണു അതായത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ആളാണ് വേണു. ഏഷ്യൻ ന്യൂസ് പോലെ എനിക്കൊന്ന് ദൂരദർശനിൽ വായിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ദൂരദർശനം വാർത്ത വായിച്ചുറങ്ങുന്ന ഒരാളായിരുന്നു. അല്ല വായിച്ചുറങ്ങുന്നല്ല, വായിച്ചത് കണ്ടുറങ്ങുന്ന ആൾ. അതെ അനുജ പറഞ്ഞതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്നു. ഇപ്പോ ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടം. അതല്ലേ അതെന്താണ് വേണുവിന്റെ ബേസിക്കായുള്ള ബുദ്ധിമുട്ട്? ഈ ബുദ്ധിമുട്ട് നേരത്തെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അല്ല അങ്ങനെയല്ല, ഇപ്പൊ ഇതിന്റെ രീതികളൊക്കെ മാറിയല്ലോ. അപ്പോൾ ആ രീതിയോട് പൊരുത്തപ്പെടാൻ പറ്റുമോ എന്നറിയില്ല. അല്ല, ഞാൻ മാതൃഭൂമി ന്യൂസിലെ വേണുവിൻ്റെ വാർത്താവതരണം കാണുന്ന ഒരു കാലത്ത് വേണു ഇങ്ങനെ കൃത്യമായിട്ടൊരു സ്ഥലത്ത് ഉപവിഷ്ടനായിട്ട് വേണു ആക്രോശിക്കുന്നതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. വളരെ മാത്രമല്ല ആൾക്കാരെ പങ്കെടുക്കുന്ന അതിഥികളെയൊക്കെ തന്നെ കീറി മുറിച്ച് ചാട്ടുടി പോലെ കയറുന്നു എന്നൊക്കെ പറഞ്ഞ ചില ചോദ്യങ്ങളൊക്കെ ഇക്കാലത്ത് കാശ്മീർ അനുസ്മരിപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ അന്ന് തന്നെ വേണു ചോദിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടത് ആ കസേരയിൽ നിന്ന് വേണു പതുക്കെ എഴുന്നേറ്റ് ഫ്രണ്ടിലോട്ട് വന്നു. വേണു വന്നപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ കൈ എന്തോ ചെയ്യും എന്നുള്ളൊരു പ്രശ്നം വരും. അതായത് പോക്കറ്റ് ഇടണോ, അതോ ഇങ്ങനെ പിടിക്കണോ, അതുപോലെ ഇടത്ത് ഇടണോ, അതുപോലെ കൈ കെട്ടണോ, ഇങ്ങനെ പല പല സംശയങ്ങൾ വരും. വേണുവിന് ചില സംശയങ്ങളുണ്ടായിരുന്നു. അല്ല അത് സാറുണ്ടാക്കിയ കുഴപ്പമാണ്. ഞാനാണോ എണീപ്പിച്ചത് വേണുവിനെ? സാറ് നിന്നു. അപ്പോ അത് സാർ മുമ്പോട്ടേ നിൽക്കുന്നതാണല്ലേ ഗോപി? ഞാൻ നേരത്തെ നിന്നു. അല്ല നമ്മളൊക്കെ ഞാൻ വേണു നിന്ന് കണ്ടതാണ് വേണുവിന്റെ ഇരുന്നുള്ള അവതരണം. അതെ സാറ് നിന്നു. സാറ് അങ്ങനെ നിൽക്കുമ്പോ നിലനിൽക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ നിന്നു. എന്റെ അമ്മോ കൊല്ല അത് പക്ഷെ കുറച്ച് കഴിയുമ്പോണ്ടല്ലോ കൈയൊക്കെ ഗംഭീരമായിട്ട് പോക്കറ്റിലൊക്കെ ഇട്ട് വേണു നിൽക്കുന്നത് ഞാൻ കണ്ടു. ഉണ്ട്. 2-3 ദിവസം ആദ്യം ഈ കൈക്ക് ഒരു ഉപയോഗമില്ലാതായി. കൈ ഇങ്ങനെ പ്രശ്നമായി, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോക്കറ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞൊരു വരവ് വന്നു. ഇല്ല സാർ ആദ്യം പറഞ്ഞ എല്ലാം സത്യമാണ്, ബുദ്ധിമുട്ടായിരുന്നു. അല്ല അത് കഴിഞ്ഞ് ഓക്കെ ആയി എന്ന് തോന്നുന്നില്ല. അത് വേണമെന്നല്ലേ, പ്രേക്ഷകർക്ക് അഭിപ്രായമില്ല. അപ്പോൾ അതല്ല, ഞാനും ഒന്നൊരു പ്രേക്ഷകനാണ്, എനിക്ക് മനസ്സിലായി. കാര്യം നമ്മൾ ഈ അഭിനയിക്കാൻ പോയി നിന്നിട്ടുണ്ടല്ലോ കുട്ടിക്കാലത്തൊക്കെ ചില സിനിമാഭിനയം. കാര്യം വിചാരിച്ച മോഹൻലാലാവാന്നായിരുന്നു. പിന്നീട് മനസ്സിലായി അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. പീച്ചെ മൂടടിച്ച് വിട വാങ്ങി. അപ്പോൾ അതുകൊണ്ട് മാറി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കൈയുടെ ഉപയോഗം ശരിക്കും പെട്ടെന്ന് കത്തി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ വേണു ഈ കൈക്ക് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അതുപോലെ കൈ ഉപയോഗിക്കുന്നത് കണ്ടു. യുവർ കൈ ഈസ് വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അതാണ് വേണു പക്ഷേ പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ അത്യാവശ്യം നന്നായിട്ട് വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. കഥയൊക്കെ എഴുതാൻ പറ്റുന്ന ഒരാളാണ്. സ്വന്തം അല്ല എഴുതുന്ന ഒരാളാണ് അല്ലേ? ഇത് അതല്ല. പക്ഷേ ഇനി എഴുതാനുള്ള സാധ്യതയുണ്ട്. പ്രേക്ഷകർ ബി കെയർഫുൾ. ടി കെ റീജിത്തിനോട് വെച്ച കാര്യം ചോദിക്കാം. അപ്പോൾ റീജിത്ത് യഥാർത്ഥത്തിൽ ആകാര ഭംഗി കൊണ്ട് ആൾക്കാരെ പാവങ്ങളുടെ മമ്മൂക്ക എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഇല്ല അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ അടുത്തിടയ്ക്ക് മമ്മൂക്ക ദൂരെ വയ്ക്കുമ്പോൾ അടുത്തൂടെ കാണുന്ന രീതിയിലൊക്കെ പോയി അറിയാൻ വേണ്ടി. ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മമ്മൂക്ക ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയുന്ന ഒരു ദിവസം വരും. അപ്പോൾ അന്ന് റിജിത്തെ എനിക്ക് ചോദിക്കാനുള്ളത്, ചില ആൾക്കാരൊക്കെ നമ്മൾ യൂട്യൂബ് വഴി അല്ലാതെ കാണുമ്പോഴൊക്കെ ചോദിക്കും. ടി കെ രജിത്തിനോട് ഇഷ്ടമുള്ള പ്രേക്ഷകരാണ് ചോദിക്കുന്നത് കേട്ടോ. അവർക്ക് പ്രശ്നമൊന്നുമില്ല, എതക്കേടൊന്നുമില്ല കേട്ടോ. അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് റിജിത്ത് സംവാദങ്ങളിൽ വരാത്തത്? അപ്പോൾ ഈ വേണു ബാലകൃഷ്ണനും KR ഗോപികൃഷ്ണനും നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം ഒക്കെ ഇരുന്ന് പൊട്ടിത്തെറിക്കുന്ന സംവാദ വേദികളിൽ താങ്കളെ കാണാറില്ല. അതിന് അവരൊക്കെ ഗംഭീരമായ ആൾക്കാരാണ്. അല്ല, ഇവരെ ഒന്ന് സ്ഥാനഭ്രഷ്ടരാക്കി താങ്കൾക്ക് കയറണം എന്നൊരു അഭിപ്രായത്തിലാണ് പ്രേക്ഷകർ നിൽക്കുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ജോലി ഭംഗിയായി ചെയ്യുന്നത്. അത് ഷിഫ്റ്റിലിടാത്തോണ്ടാണ്. നമ്മുടെ ഡ്യൂട്ടി ഷിഫ്റ്റിലിട്ടാൽ നമ്മൾ കയറും അല്ലേ? അല്ല, ഞാൻ ഭാവിയിൽ ആ കസേരയിൽ റീത്തിനെ നമ്മളിപ്പോൾ എൻകൗണ്ടറിൽ തന്നെയല്ല, അല്ലാത്ത സംവാദവേദികളൊക്കെ ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ ഈ സംവാദവേദികൾ താങ്കളെ പ്രതീക്ഷിക്കാം. ആളുകൾ കാത്തിരിക്കുന്നു റീജിത്ത്, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അത് ഇടാറുണ്ട് ഇടയ്ക്ക് 4 മണിക്കൊക്കെ. അപ്പോൾ 4 മണിക്ക് റീജിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2:30-3 മണിയാകുമ്പോൾ റീജിത്ത് ആ ക്യാബിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിക്കും, എന്നെ ഒന്ന് ഒഴിവാക്കി തരും. അങ്ങനല്ല, അതല്ല വസ്തുത അങ്ങനല്ല. അതായത് നമ്മൾ 4 മണിക്ക് ഒരു സംവാദ പരിപാടിയായിരുന്നു, ഒരാഴ്ച തുടർച്ചയായി
അത് നിർത്തിച്ചല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു പരിപാടി നിർത്തിക്കണേ റീത്തിൽ എഴുതിയിട്ടാ മതി എന്നാണ്. അല്ല റീജിത്ത് ശരിക്കും പ്രിപ്പയർ ചെയ്ത് കയറുന്ന ആളാണ്. പ്രിപ്പയർ ചെയ്ത് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് റീജിത്ത് കയറാറുള്ളൂ. പക്ഷെ ഒഴിവാക്കി തരാൻ വേണ്ടിട്ട് രണ്ടു വട്ടം ശ്രമിക്കും. റീത്ത് ഒരു ടെൻഷൻ ഉണ്ടോ ആൾക്കാരെ ഡീൽ ചെയ്യാൻ? അങ്ങനെയല്ല, ഞാൻ നമുക്കത് ചെയ്ത് പരിചയമില്ല എന്നുള്ളതിന്റെ ഒരു നിനക്കല്ലേ പരിചയമാവുക. അതെ അപ്പൊ എല്ലാവരും അങ്ങനെ ഒരിക്കലും എല്ലാവരും പുതുമുഖമായിരുന്നല്ലോ. അതെ മാത്രമല്ല പറ്റുന്നെന്ന് പറഞ്ഞ പോലെ റീജിത്ത് ഒരു ഓൾറൗണ്ടറാണ്. അപ്പൊ റീജിത്ത് നമ്മളോട് പറഞ്ഞാണ്, ചേട്ടാ സച്ചിനൊക്കെ റിട്ടയർ ചെയ്തു ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോ അങ്ങനെ പറഞ്ഞ ആളാണ്. അനുജെ കുറിച്ചാണോ തമാശയായിട്ട് പറയുന്നത്? അനു ചേച്ചിയോടൊക്കെ നമ്മളെല്ലാ ഇനി ഇങ്ങനത്തെ തമാശ വേണ്ട. സ്വരം ഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് പറയും ഉറുമ്പിത്തിരി കൂടുന്നുണ്ട്. അപ്പൊ പ്രജിൻ, എനിക്ക് PCR ഇൻസ്ട്രക്ഷൻ സ്ട്രിക്റ്റ് ആയിട്ട് ഒന്ന് ബ്രേക്ക് പറയാൻ. ബ്രേക്ക്.